ഹായ് ഗേയ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണ്, എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു, കിച്ചു 2 days ആയിട്ട് വീഡിയോ ഒന്നുമില്ല, എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു, പേഴ്സണലി ചോദിച്ചു. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറ്റിയത് കിച്ചുവിന്, കിച്ചു ഇങ്ങനെ ഒന്നും അല്ലല്ലോ, എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്താണെന്നറിയില്ല പറയാൻ എന്താണെന്ന്. ഇപ്പോഴും ഞാനൊരു വീഡിയോ എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യേണ്ട ഒരു മാനസികാവസ്ഥയിലല്ല, പക്ഷേ വീഡിയോ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഇതിൽ ചെയ്യാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേലേക്ക് അടിച്ചമർത്തുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ഞാൻ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണത്. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സ്വപ്നത്ത് പോലും ചിന്തിച്ചിട്ടില്ല. ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് എന്നുള്ളത്. എന്നാലും ഞാൻ എന്താ പറയുക, സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ ലൈഫിൽ ഇങ്ങനെ വന്നിട്ട് എന്നോട് പറയുമ്പം ഞാൻ ആകെ തകർന്നു പോയിണ്ടായിരുന്നു. എൻ്റെ എന്താ പറയുക, ഒരു 1-2 ആളുകൾക്ക് മുന്നിലല്ല ഞാൻ ഒന്നും അല്ലാണ്ടായിപ്പോയത്. ഒരുപാട് പേർക്ക് മുന്നിൽ ഞാൻ ആരും അല്ലാണ്ടായിപ്പോയി അവിടെ. അതാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ പറ്റിയൊരു അബദ്ധം പറയുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു 2 days ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹത്തിലായിരുന്നു. ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഫംഗ്ഷൻ്റെ വീഡിയോ ഇടണം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന പോലെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ഭയങ്കര എന്താ പറയുക, നല്ലൊരു നമ്മൾ ഓരോന്നും അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ ഞാനിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഫസ്റ്റ് സാറ്റർഡേയിൽ വീഡിയോ എടുത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ആണ് എനിക്കൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല കേട്ടോ, ഒരിക്കലും പോസ്റ്റ് ചെയ്തില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നാണ് എനിക്ക് ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ജീവിതത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു കാര്യം ഞാൻ എൻ്റെ മരണം വരെ മറക്കില്ല, ഒരിക്കലും മറക്കില്ല. കാരണം ഞാൻ ഇന്നും എന്നെ ആ ഒരു ഇതിലേക്ക് എത്തിച്ച ആൾക്കാരെ വരെ ഞാൻ ഇന്നും എന്താ പറയുക, മരണം വരെ ഞാൻ ഓർത്തിരിക്കും. ആ ഒരു മുഖങ്ങളും എല്ലാം ഞാൻ ഓർത്തിരിക്കും. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയില്ല. ഞാൻ എല്ലാവരെയും എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ആ സ്പോട്ടിൽ ഞാൻ ഈ ഒരു ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിടാന്ന് പറയില്ലേ, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്തുണ്ടെങ്കിലും ഞാൻ ഒന്നെങ്കിൽ അപ്പം മറക്കും, അല്ലെങ്കിൽ ഒരു 2 ദിവസം മുന്നേക്ക് 2 ദിവസമൊക്കെ ഞാനിങ്ങനെ മിണ്ടാൻ നടന്നിട്ട് പിന്നെ അതിലേക്ക് പിന്നെയും ഞാനിങ്ങനെ മിണ്ടും. അങ്ങനെയൊക്കെയാണ് ഞാനെന്ന് പറയുന്ന വ്യക്തി. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറേ കുറേ മനസ്സിൽ കുറേ കിബറ്, അതുപോലെ തന്നെ അസൂയ, കുശുമ്പൊന്നും കൊണ്ട് നടത്തിയിട്ട് നമ്മളൊന്നും കിട്ടാനില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാനില്ല നമുക്ക്. നമ്മളും ഇപ്പം വയനാട്ടിൽ നടന്ന പോലെ തന്നെ നമ്മളൊരു ഉറങ്ങി നീച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മൾ നാളെ എണീക്കോ എന്ന് പോലും അറിയില്ല. അപ്പം നമ്മുടെ മനസ്സിൽ നമ്മൾ എന്തിനാണ് വെറുതെ കുറേ കിബറും കുന്നായ്മയും കുറേ കുശുമ്പും ഇതൊക്കെ കൊണ്ട് നടന്നിട്ട് ഒന്നും ലൈഫിൽ കിട്ടാനില്ല. അപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അങ്ങനെ ഉള്ളവരുണ്ട് കേട്ടോ, എപ്പോഴും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ വരെ ഉണ്ട് അങ്ങനത്തെ ആൾക്കാർ. ഞാൻ അങ്ങനെ അല്ല ഞാനെന്ന് പറയുന്നത്. ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്പോട്ടിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനത് മറക്കും, അല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കും. ആ ഒരു കേസ് ഞാനുണ്ട് ഒഴിവാക്കി വിടും. അതാണ് ഞാൻ ചെയ്യുന്നൊരു ഇതെന്ന് പറയുന്നത്. പക്ഷെ എങ്കിലും എന്താണ് പറയേണ്ടതെന്ന് സത്യാവസ്ഥയിൽ എനിക്കറിയില്ല. എപ്പോഴും ഞാൻ ശരിക്കും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. പക്ഷെ ഒരുപാട് പേര് ചോദിച്ചതിനുള്ള മറുപടിയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ എന്താണ് കാര്യം എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്കത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താ പറയേണ്ടത് നമുക്ക് തന്നെ ശരിക്കും അറിയുന്നില്ല. അപ്പം എല്ലാവരും, ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറയും, ഇനി എവിടെയും ഞാൻ കൂടുതൽ അവൈലബിൾ ആവില്ല എന്ന്. എവിടെയും ഞാൻ അവൈലബിൾ ആവില്ല. ഞാൻ എൻ്റെ കാര്യമായിട്ട് നോക്കി പോകും ഇനി അങ്ങോട്ട്. കിച്ചു എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയാണ്. ലൈഫിൽ ഒരിക്കലും എൻ്റെ ഉമ്മ പറഞ്ഞ പോലെ ഒരിക്കലും നീ പഠിക്കില്ല എന്ന് പറഞ്ഞാൽ, എത്ര കിട്ടിയാലും പഠിക്കില്ല. എത്ര സത്യത്തിൽ ജീവിതത്തിൽ എനിക്ക്
എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പഠിക്കില്ല. എന്നെ ആരെന്ത് പറഞ്ഞു ഞാൻ അതൊക്കെ എന്താണ് പറയുക, ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെയാണ് വിടും. അതാണ് എനിക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത്. എനിക്കല്ലെങ്കിൽ ഒരാൾ എന്നോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് കുറച്ച് നേരത്തിനൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു 2 days 3 days ഒക്കെ മിണ്ടായിരിക്കുക, അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനത് ചെന്നിട്ട് അത് നേരെ സോൾവ് ആക്കി അവരോട് മിണ്ടി സംസാരിച്ച് ഞാൻ അങ്ങനെയാണ്. അതാണ് കേട്ടോ. അപ്പം ഇപ്പം നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ ആവേണ്ടത്. ശരിക്കും അങ്ങനെയാണ്. നാളെ നമ്മൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവില്ല. അപ്പം നമ്മൾ ശരിക്കും അങ്ങനെയാണ് ആവേണ്ടതെന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയതുകൊണ്ടുണ്ടോ ഞാൻ അങ്ങനെ ആവുന്നത്. നിങ്ങൾക്കൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ആവുന്നതെന്ന് എനിക്ക് ഓരോരുത്തരുടെ രീതി അങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, അതുകൊണ്ടാണ്. പിന്നെയെന്ന് പറയുന്നത് എന്താ പറയുക, കുറേ നമ്മൾ വാശി കൊണ്ടാടുന്നിട്ടും കുറേ അത് കൊണ്ടാടുന്നിട്ടും ഇത് കൊണ്ടാടുന്നിട്ടുള്ള നമ്മൾ ലൈഫിലൊന്നും നേടില്ല. ഒരു സംഭവം നമ്മൾ നേടില്ല. നമ്മൾ കുറേ എന്താ പറയുക കുറേ വെറുതെ ഇങ്ങനെ നമ്മുടെ സമയം കളയാൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനൊരു ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പം ഇന്നിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട്, ഞാൻ പിക്കിൾ ചെയ്യുന്ന എൻ്റെ പാർട്ണർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ നീ അത് മനസ്സിൽ നിന്ന് കള, എന്തിനാ വെറുതെ അതിന്മേൽ നിൽക്കുന്നത്, അത് ഒഴിവാക്കി വിടുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ആ സംഭവം പോകുന്നില്ല. മരണം വരെ ഞാനത് പോവില്ല. കാരണം 1 2 പേർക്ക് മുന്നിലെല്ലാം ഞാൻ ഒന്നും അല്ലാണ്ടായിപ്പോയത്. ഒരുപാട് പേർക്ക് മുന്നിൽ ഞാൻ ആരും അല്ലാണ്ടായിപ്പോയി. അതാണല്ലോ. പിന്നെ ഇവിടെ സൗണ്ട് കേൾക്കുന്നത് മോളെ സൗണ്ടാണ്. അവിടെ അപ്പുറത്തുനിന്ന് ട്യൂഷൻ ഉണ്ട്, അതാണ് ഇങ്ങനെ. എന്നാലും മാഷാഅല്ലാ ഞാൻ ശ്രമിക്കാം. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ അവളോട് പറഞ്ഞ പോലെ ഞാൻ ശ്രമിക്കാം. ഞാൻ എല്ലാത്തിലേക്കും മൈൻഡ് ചെയ്ത് വരാം. എന്നാലും എൻ്റെ മൈൻഡ് കുറച്ചും കൂടി കഴിയണം, മൈൻഡൊന്ന് സെറ്റാവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഇൻഷാല്ലാ ഞാൻ വരണം. മൈൻഡ് ആക്കി എടുത്തേ പറ്റൂ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. എന്തായാലും ഞാൻ ഇന്നൊരു ഞങ്ങളുടെ ബീഫ് പിക്കിളിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് പോയി കണ്ടിട്ട് പോയേ. അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാറിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. നമ്മൾ ബീഫ് ഒന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ആദ്യം കുക്കറിൽ നമ്മൾ വേവിച്ചിട്ട് പിന്നെ കേട്ടോ നമ്മൾ ഓയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നത്. പൊരിച്ച് നന്നായിട്ട് കോരി, പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചും ഒക്കെ നന്നായി മൂപ്പിക്കണം. പച്ചമുളകൊക്കെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ട്, ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഫലമാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ നമ്മളെത്തിക്കുന്നത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നന്നായിട്ട് കഷ്ടപ്പാടുണ്ട് കേട്ടോ അതിലേക്ക്. പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെന്തൊക്കെയാണ് പൊടികളെന്ന് കുറേ ഞങ്ങളുടേതായിട്ടുള്ള കൂട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ആ കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നൊന്നുമില്ല. ഓക്കെ, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്തായി നമ്മുടെ ബീഫ് അച്ചാർ ഏകദേശം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. സത്യം പറയാലോ, ഇത് ആർക്കൊക്കെ വേണ്ടി എടുത്തൊരു വീഡിയോ എന്ന് തന്നെ പറയാം. എനിക്ക് അത്രയും മൈൻഡ് ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും ഇതിനൊന്നും. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കാൻ വരെ എനിക്ക് സത്യത്തിൽ എനിക്കൊരു ഇത് തോന്നുന്നില്ല. അത്രയും മൈൻഡ് ഇതാണ്. എന്നാലും ഇൻഷാല്ലാ ഞാൻ ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാം. അങ്ങനെ നമ്മുടെ ബീഫ് അച്ചാർ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയും ഇതിങ്ങനെ വറ്റിയിട്ട് ഒരുപാട് നേരം വറ്റിയെടുത്തിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിലോട്ട് എത്തിക്കുന്നത് കേട്ടോ. ഉണ്ടല്ലോ, അപ്പോൾ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഒരു ഷോർട്ട് വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിക്കിൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം.
പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളെന്ന് പറയുന്നത്, നിങ്ങൾ വാട്സപ്പിൽ ഏതാ ഐറ്റം എന്നുള്ളത് വേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി തരും. പല ആൾക്കാരും പല ടൈമിലാണ് വിളിക്കുന്നത്, രാത്രി പല ടൈമുകളിലാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് മെസ്സേജിന് നമ്മൾ കാണുമ്പോൾ നമ്മൾ മറുപടി തരാം. പിന്നെ മെസ്സേജ് ഡീൽ ചെയ്യുന്നത്, വാട്സപ്പിൽ ഡീൽ ചെയ്യുന്നത് ഞാനല്ല കേട്ടോ. ഒരുപാട് പേര് ഞാനാണെന്ന് വിചാരിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനല്ല എന്ന് ഞാൻ തീർത്തും പറയാണ്. വാട്സപ്പ് ഡീൽ ചെയ്യുന്നത് ഞാനല്ല, ആ ഡീൽ ചെയ്യുന്ന ആൾ വേറെയാണ്. അപ്പം നമ്മളടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ ഞാനാണെന്നുള്ള ലെവലിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അല്ല, ഞാനല്ല എന്ന് പ്രത്യേകം എടുത്ത് പറയാണ്, പിന്നെയും പറയാണ് ഞാനല്ല എന്നുള്ളത്. അപ്പം ഞാൻ വീഡിയോ ചെയ്യുന്ന, അതുപോലെ തന്നെ ഫുഡ് ഇങ്ങനെ പിക്കിൾ ചെയ്യുന്ന എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ആൾ വേറെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം അതാണ് പിന്നെ എടുത്തെടുത്ത് ഞാൻ പറയുന്നത് ഞാനല്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബൈ, ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും.